serum tuum in pace. കർത്താവെ, ദാസനെ ഇനി സമാധാനത്തിൽ വിട്ടയക്കണം. യഹൂദ നിയമപ്രകാരം ഉണ്ണീശോയെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നതിനായി മാതാപിതാക്കൾ കൊണ്ടുവന്നപ്പോൾ വൃദ്ധനായ ശമയോൻ ദിവ്യശിശുവിനെ കയ്യിലെടുത്ത് പ്രാർത്ഥനാപൂർവ്വം ഉരുവിട്ട വാക്കുകളാണിവ. ഇതേ പ്രാർത്ഥന തന്നെയാണ് 100 വയസ്സിലേക്ക് പ്രവേശിക്കുന്ന എനിക്കും കർത്താവോട് പ്രാർത്ഥിക്കുവാനുള്ളത്. കർത്താവെ, ഈ ദാസനെ ഈ സമാധാനത്തിൽ വിട്ടയക്കണം. പാലാരൂപതയുടെ ദ്വിതീയ ബിഷപ്പ് മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിലിന്റെ 100ാം പിറന്നാൾ ആഘോഷമാക്കി പാലാരൂപത. സഭാധ്യക്ഷന്മാരുടെ സംഗമവേദിയായി മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ പിതാവിന്റെ ജന്മദിനാഘോഷം. ഒരു നൂറ്റാണ്ടിന്റെ സമ്പന്നമായ അറിവും അനുഭവങ്ങളും നിറഞ്ഞ ജീവിതത്തിലൂടെ അധ്യാപകൻ, വൈസ് റെക്ടർ ചുമതലകൾ നിർവഹിച്ച ശേഷം ബിഷപ്പായി വിശ്വാസികളുടെ എണ്ണത്തിലും ദൈവവിളിയുടെ സമൃദ്ധിയിലും സമ്പന്നമായ പാലാരൂപതയെ നയിച്ച പാലായുടെ സ്വന്തം വലിയ പിതാവ് സ്നേഹപിതാവിന്റെ 100ാം ജന്മദിനാഘോഷം പാലാ ബിഷപ്പ് ഹൌസിൽ വെച്ച് നടന്നു. പാലാ ബിഷപ്പ് ഹൌസിലെ ചാപ്പലിൽ പള്ളിക്കാപ്പറമ്പിൽ പിതാവ് അർപ്പിച്ച കൃതജ്ഞതാ ദിവ്യബലിയോടെയാണ് ജന്മദിനാഘോഷം ആരംഭിച്ചത്. മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ ശരിയുടെ പാത കാണിച്ചു നൽകിയ ആത്മീയ നേതാവാണെന്ന് പിതാവിന്റെ 100ാം ജന്മദിനാഘോഷം ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ബോംബെ ആർച്ച് ബിഷപ്പ് എമിരറ്റസ് കർദിനാൾ ഒസ്വാൾഡ് ഗ്രേഷ്യസ് പറഞ്ഞു. ചരിത്രത്തിലെ ഏറ്റവും അത്ഭുതാവഹമായ സമ്മാനമാണ് മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ പിതാവിന്റെ 100ാം ജന്മദിനമെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു. നമ്മുടെ സഭയുടെ വളർച്ചയിലെ ഏറ്റവും ദീർഘകാലം ജീവിച്ച ഒരു അത്ഭുത പ്രതിഭാസമാണ് ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ പിതാവ്. പിതാവ് 100 വർഷം പൂർത്തിയാക്കി. ഞാനിങ്ങനെ ശ്രദ്ധിച്ചു നോക്കുകയായിരുന്നു, ഓർമ്മയ്ക്ക് ഒരു കുറവായിട്ടില്ല. പിതാവ് മറക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പോലും ഓർത്തിരിക്കുന്നുണ്ട്. ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും പിതാവിന് ഒരു ക്ഷീണവും ഉണ്ടായിട്ടില്ല. എല്ലാ പരിപാടികൾക്കും ഒരു സെമിനാരിക്കാരൻ മുമ്പിൽ വന്ന് നിൽക്കുന്നത് പോലെ എല്ലായിടത്തും പിതാവുണ്ട്. പിതാവ് ചെയ്ത ശുശ്രൂഷകൾ പാലാരൂപതയുടെ വളർച്ചയിൽ ആദ്യം തോമസ് ലീഹ ആയത് വൈലി പിതാവാണെങ്കിൽ പിന്നീട് ആ വളർച്ചയെ നട്ട് നനച്ചു വളർത്തി വളമിട്ട് പുഷ്ടിപ്പെടുത്തിയത് പള്ളിക്കാപ്പറമ്പിൽ പിതാവാണ്. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട്, ചങ്ങനാശ്ശേരി അതിരൂപതാധ്യക്ഷൻ മാർ തോമസ് തറയിൽ, ഗുവാഹത്തി രൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് മേനാമ്പറമ്പിൽ, മാർ ഔഗൻ കുര്യാക്കോസ് മെത്രാപ്പോലീത്ത തുടങ്ങിയ സഭാപിതാക്കന്മാരും അഭിമന്യ പള്ളിക്കാപ്പറമ്പിൽ പിതാവിന് ജന്മദിന ആശംസകൾ നൽകി സംസാരിച്ചു. മാർ സെബാസ്റ്റ്യൻ വയലിന് ശേഷം പാലാ രൂപതയുടെ വികസനത്തിലും ആത്മീയ വളർച്ചയിലും വലിയ പങ്കുവഹിച്ച ആത്മീയ ഗുരുവിന് പാലാ രൂപതാ കുടുംബവും കേരള സഭയും നൽകിയ വലിയ ആദരവായി മാറി ഈ പിറന്നാൾ ആഘോഷം. വിവിധ രൂപതകളിൽ നിന്നായി 44ഓളം ബിഷപ്പുമാർ ചടങ്ങിൽ പങ്കെടുത്തു. ഷെഖേന ന്യൂസ്, കോട്ടയം.